നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 37 വയസ്സുള്ള IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരിക്ക് നടുവേദന ഒരു വലിയ പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ വീട്ടിലെ ജോലികളും കൂടെ ചെയ്യേണ്ടി വരുന്നു. അത് കഴിഞ്ഞിട്ട് വർക്ക് ഫ്രം ഹോമാണിപ്പോൾ. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നു. അതിനിടയിലൂടെ കുട്ടികൾ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് തിരിയേണ്ടി വരും. ചിലപ്പോൾ സൈഡിലൂടെ വീട്ടിലെ ചില ജോലികളൊക്കെ ചെയ്യേണ്ടി വരും. പ്രായമായ അമ്മ കിടപ്പുണ്ട്, അമ്മയ്ക്ക് മരുന്നുകൾ എടുത്ത് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നൊരു മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ആ 37 വയസ്സുകാരി. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ടൊരു നടുവേദന വരികയാണ്. ആ നടുവേദന വരുമ്പോഴേക്കും വല്ലാത്ത ഒരു ഭയം അവൾക്ക് വരികയാണ്. ഇതെന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നമാണോ? വീഴ്ചകളൊന്നും പറ്റിയിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷേ എന്നാലും ഈ നടുവേദന വിട്ടുമാറാതെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഓർത്തോ ഡോക്ടറിനെ പോയി കണ്ടു. എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി. വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ചില മരുന്നുകൾ കൊടുത്തു. കുറച്ച് ദിവസം കഴിച്ചപ്പോൾ ചെറിയ തോതിലൊരു ശമനം നടുവേദനയ്ക്ക് വന്നു. വീണ്ടും അത് ബാക്കി നിൽക്കുന്നു. പിന്നീട് ഒരു ന്യൂറോ ഡോക്ടറിനെ പോയി കണ്ടു. അദ്ദേഹം MRI സ്കാൻ അടക്കമുള്ളതൊക്കെ എടുത്ത് നോക്കി. അതിലൊന്നും വലിയ പ്രശ്നങ്ങൾ ബാക്കിയില്ല. അദ്ദേഹവും പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട കുഴപ്പങ്ങളൊന്നുമില്ല, ഇത് നിങ്ങളുടെ ഒരു ടെൻഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷേ എന്നാലും പിന്നെയും ആ നടുവേദന ബാക്കിയാവുന്നു. ആ നടുവേദന കൂടിക്കൂടി വരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. ആ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ആ വ്യക്തി എൻ്റെ അടുത്തേക്ക് എത്തുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 തരത്തിലുള്ള വേദനകൾ നമുക്ക് വരാം. അതിലൊന്ന് സെൻട്രൽ പെയിൻ അല്ലെങ്കിൽ കേന്ദ്രീകൃത വേദന എന്ന് പറയും. നമ്മുടെ തലച്ചോറിലെ നോറെപ്പിനെഫ്രിൻ എന്നൊരു രാസവസ്തുവുണ്ട്. ആ നോറെപ്പിനെഫ്രിൻ എന്ന രാസവസ്തുവാണ് പലപ്പോഴും വേദന എന്ന അനുഭവം എത്രത്തോളം തീവ്രമാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത്. നോറെപ്പിനെഫ്രിൻ്റെ അളവ് വല്ലാതെ കുറഞ്ഞു പോയാൽ ചെറിയ വേദനകൾ പോലും പർവ്വതീകരിക്കപ്പെട്ട രീതിയിൽ നമുക്ക് അനുഭവപ്പെടും. അതിനെ സൊമറ്റോ സെൻസറി ആംപ്ലിഫിക്കേഷൻ എന്ന് പറയും. എന്നാൽ നോറെപ്പിനെഫ്രിൻ്റെ ലെവൽ നോർമലാണെങ്കിൽ ഈ വേദനകളൊന്നും നമ്മളെ വലുതായിട്ട് സ്പർശിക്കുകയില്ല. വേദന ഒരു പ്രശ്നമായി വരില്ല. അപ്പോൾ ഇവിടെ നോറെപ്പിനെഫ്രിൻ്റെ അളവ് ക്രമീകരിക്കുന്ന മരുന്നുകളാണ് ഈ വ്യക്തിക്ക് കൊടുത്തത്. ആ മരുന്നുകൾ കൊടുത്തപ്പോൾ നോറെപ്പിനെഫ്രിൻ്റെ തലച്ചോറിലെ അളവ് നോർമലായപ്പോൾ വേദന ക്രമേണ കുറഞ്ഞു വന്നു. ഇതിനെ സൊമറ്റോഫോം പെയിൻ ഡിസോർഡർ അല്ലെങ്കിൽ മനോജന്യ വേദന എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത് തലച്ചോറിലുള്ള ചില രാസവസ്തുക്കളുടെ വ്യത്യാസമാണ് അതിന് കാരണം, അല്ലാതെ നട്ടലിലുള്ള തകരാറുകളോ തേയ്മാനങ്ങളോ ഡിസ്കിൻ്റെ പ്രശ്നങ്ങളോ ഒന്നുമല്ല. ഈ മനോജന്യ വേദന ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അനുഭവപ്പെടാം. എല്ലാവർക്കും നടുവേദനയായി തന്നെ വരണമെന്നില്ല. ചിലർക്ക് കഴുത്തിൻ്റെ ഭാഗത്തായിരിക്കും വേദന, ചിലർക്ക് തോളിനായിരിക്കും വേദന, ചിലർക്ക് കാൽമുട്ടുകൾക്കായിരിക്കും വേദന. പക്ഷെ ഇവിടെയൊക്കെ സ്കാനും രക്തപരിശോധനയും അടക്കമുള്ള കാര്യങ്ങളൊന്നും നടത്തി നോക്കിയാൽ ഇത്തരത്തിലുള്ള വേദനകളെ വിശദീകരിക്കാൻ പറ്റുന്ന ശാരീരിക രോഗാവസ്ഥകളൊന്നും കാണുകയുമില്ല. പക്ഷേ എന്നാലും ഈ വേദന വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടും. പലപ്പോഴും ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലായിരിക്കില്ല ഈ വേദന കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇവർ വല്ലാതെ വേദന കയ്യോ കാലോ അനക്കുമ്പോൾ പറയുമെങ്കിൽ പോലും എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളൊരു വിഷയം ചോദിച്ച് അവരുടെ ശ്രദ്ധ തിരിച്ചതിന് ശേഷം നമ്മൾ ഈ പരിശോധന ആവർത്തിച്ച് നോക്കുമ്പോൾ ആ സമയത്ത് വേദനയൊന്നും ഉണ്ടാവുകയില്ല. ഇതൊക്കെ അത് ശാരീരികമായ ഒരു വലിയ പ്രശ്നമല്ല, ഒരു പക്ഷേ ഈ മാനസിക ബുദ്ധിമുട്ടുകൾ മൂലമുള്ള വേദനയാണെന്നുള്ളതിൻ്റെ സൂചനകളായിട്ട് എടുക്കാം. കൃത്യമായ ചികിത്സയിലൂടെ അതിനെ നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കുകയും ചെയ്യാം. ഒരു 3 മാസക്കാലം ആ മരുന്നുകൾ നോറെപ്പിനെഫ്രിൻ നോർമലാവാനുള്ള മരുന്നുകൾ കഴിച്ചപ്പോൾ അവരുടെ നടുവേദനയൊക്കെ മാറി. അതിനോടൊപ്പം മറ്റ് 1-2 ചെറിയ വിഷയങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. രക്തത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് കുറച്ച് കുറവായിരുന്നു, കാൽസ്യത്തിൻ്റെ അളവ് കുറവായിരുന്നു. അതിന് വേണ്ട സപ്ലിമെൻറ്റുകൾ കൂടെ നൽകിയതോടുകൂടി ആ വേദന പരിപൂർണമായിട്ടും മാറുകയും പൂർണ്ണമായിട്ടും ഊർജ്ജസ്വലമായിട്ട് അവർക്ക് ജോലിയിലേക്ക് മടങ്ങി വരാൻ സാധിക്കുകയും ചെയ്തു. നന്ദി, നമസ്കാരം.